ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബിജെപിക്കെതിരെ പരോക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക. കന്യാസ്ത്രീകളെ ജയിലിലാക്കിയത് ആരുടെ ബലത്തിലെന്ന് ജനങ്ങൾക്കറിയാം. പുറത്തിറക്കിയത് ആരാണെന്നും ആരും ക്രൈസ്തവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. അക്രമം നടത്തിയവർക്ക് കാവൽ നിൽക്കുന്നത് തങ്ങളല്ലേ എന്ന് കേന്ദ്രം ഭരിക്കുന്നവർ ആത്മപരിശോധന നടത്തണമെന്നും മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട്. റാഫി കരീം വിവരങ്ങളുമായി. റാഫി, ഇതിനു മുൻപും ദീപികയിൽ ഇത്തരത്തിൽ ലേഖനങ്ങൾ വന്നതാണ്. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം അവർ നിലപാട് വ്യക്തമാക്കുകയാണ്. ഇതിനോടകം ഇന്നലെയൊക്കെ പല സഭാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ വന്ന പ്രതികരണങ്ങൾ നമ്മൾ കേട്ടതാണ്. എങ്ങനെയാണ് അവർ ഈ വിഷയത്തെ കാണുന്നത് എന്ന്, എന്താണ് ഈ എഡിറ്റോറിയലിലുള്ളത്? അനുജ, തീർച്ചയായും കടുത്ത വിമർശനമാണ് എഡിറ്റോറിയലിൽ ദീപിക നടത്തിയിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മുഖപത്രം ശക്തമായ ഭാഷയിലാണ് ഛത്തീസ്ഗഡിലെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മുൻനിർത്തിക്കൊണ്ടുള്ള എഡിറ്റോറിയലിൽ ബിജെപിക്കെതിരെയുള്ള വിമർശനം നടത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഇന്ത്യൻ സ്റ്റോറി എന്നുള്ളതാണ്. അതായത് മതേതരത്വത്തിൻ്റെ ഇന്ത്യൻ സ്റ്റോറി എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ എഡിറ്റോറിയൽ ആരംഭിക്കുന്നത്. ഇതിൽ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ സംഭവം അടക്കം മുന്നോട്ട് വച്ചുകൊണ്ടാണ് ഈ വിമർശനം നടത്തുന്നത്. പ്രധാനപ്പെട്ട പരാമർശങ്ങൾ ഇതെല്ലാമാണ്. കന്യാസ്ത്രീകളെ അകത്താക്കിയത് ആരുടെ ബലത്തിലെന്ന് ജനങ്ങൾക്കറിയാം. ഒപ്പം തന്നെ ആരാണ് കന്യാസ്ത്രീകളെ പുറത്തിറക്കാൻ മുന്നിൽ നിന്നതെന്നും ജനങ്ങൾക്കറിയാം. ഈ വിഷയത്തിൽ ക്രൈസ്തവ സമൂഹം ഒരു ആത്മപരിശോധന നടത്തിക്കഴിഞ്ഞു. ആരും ഇനി അത് പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു വെക്കുന്നു. ഒപ്പം തന്നെ അതിക്രമം കാണിച്ചവർക്ക് കാവൽ നിൽക്കുന്നത് തങ്ങളല്ലേ എന്ന് കേന്ദ്രം ഭരിക്കുന്നവർ ആത്മപരിശോധന നടത്തണമെന്നും പറഞ്ഞു വയ്ക്കുന്നു. ഒപ്പം തന്നെ ഈ സമയത്ത് സമൂഹ മാധ്യമങ്ങളിലുണ്ടായ വിമർശനങ്ങളെയും ഈ ദീപികയുടെ മുഖപത്രത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു വരിയുള്ളത് കിട്ടിയ അവസരം മുതലെടുത്തവരുണ്ട്. ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്താനും കന്യാസ്ത്രീകളുടെ മാവോയിസ്റ്റ് ബന്ധം അന്വേഷിക്കാനും പറഞ്ഞ് ചിലരങ്ങ് പേടിപ്പിക്കുകയും ചെയ്തു. അതായത് ഈ വിഷയമുണ്ടായ സമയത്ത് സമൂഹ മാധ്യമങ്ങളിലടക്കം ചില BJP അല്ലെങ്കിൽ RSS നേതാക്കൾ നടത്തിയ വിമർശനങ്ങളെയെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ലേഖനം ഇന്ന് ദീപിക മുഖപ്രസംഗമായി നടത്തിയിരിക്കുന്നതിൽ ഇന്നലെ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ അടക്കം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ സംഭവവും ഈ ദീപിക ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം തന്നെ കേരള സമൂഹം, ക്രൈസ്തവ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് തന്നെ പറഞ്ഞു വെക്കുകയാണ് ഈ ദീപികയുടെ ലേഖനത്തിൽ ഏറ്റവും അവസാനമായി പറയുന്നത്. ഇത് കേരളം എഴുതിയ മതേതരത്വത്തിൻ്റെ ഇന്ത്യൻ സ്റ്റോറി എന്നാണ് ഇതിൽ ഈ ദീപികയുടെ മുഖപ്രസംഗത്തിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നതും. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ദീപികയിൽ മുഖപ്രസംഗം വന്നിരിക്കുന്നത്. അതിൽ BJPക്ക് വിമർശനമാണ്.